അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പൈത്തൺ ബേസിക്സിലേക്ക് ഒന്ന് ഓടിപ്പോവാം. പൈത്തൺ ഓക്കെ എങ്ങനെയാണ്, ഇതിന്റെ സംഭവം എങ്ങനെയാണ്, അപ്പൊ അറിയാം, എല്ലാം അറിയണത് തന്നെയായിരിക്കും, പക്ഷെ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാം. ഓക്കെ ഓക്കെ അപ്പൊ പൈത്തണില് ബേസിക്കലി നമുക്ക് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് വരുന്നുണ്ട്, എക്സ്പ്രഷൻസ് വരുന്നുണ്ട്, ലൂപ്പ്, പിന്നെ സ്ട്രിങ്ങുകള്, ഫംഗ്ഷനുകൾ. ഈ 5 സാധനമാണ് ബേസിക്കലി പൈത്തൺ മൊത്തം. പൈത്തൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് ലാംഗ്വേജാണ്. വേറെ കോഡിംഗ് ലാംഗ്വേജിൽ പഠിച്ചിട്ടുണ്ടോ? +1 +2 C++? CSS-ഉം HTML അറിയാം. വെബ് ഡെവലപ്മെന്റ് അല്ലേ? അതെ. സി അത് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല, അത് ഞാൻ +2 ബയോളജി സയൻസ്. ബയോ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ നമ്മള് ഇതെങ്ങനെയാന്ന് വെച്ചാൽ പൈത്തൺ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഭയങ്കര ഈസിയാണ്. അതാണ് ജനറലി എല്ലാവരും പ്രിഫർ ചെയ്യണത്. ഓക്കെ ഓക്കെ. പിന്നെ പൈത്തണിന്റെ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി എന്താ വെച്ചാൽ പൈത്തണിൽ കുറെ ലൈബ്രറികളുണ്ട്. ഓക്കെ. നമ്മൾ ഇമ്പോർട്ട് എന്ന് പറയുന്ന കുറെ സംഭവം ഇമ്പോർട്ട് ചെയ്യില്ലേ നമ്മള് അതെ, മനസ്സിലായി. പൈത്തൺ മുമ്പ്. അപ്പൊ ഇതെന്താ വെച്ചാൽ ഈ മെഷീൻ ലേണിങ്ങിന് AI എന്തുകൊണ്ടാണ് പൈത്തൺ ഉപയോഗിക്കണത് എന്ന് വെച്ചാൽ ഈ കുറെ ആൾക്കാര് ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ, ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ എനിക്ക് സ്വന്തമായിട്ടൊരു പൈത്തന്റെ ലൈബ്രറി എനിക്ക് ഉണ്ടാക്കാം. ഓക്കെ. എന്നിട്ട് എനിക്ക് ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഈ ലൈബ്രറി എന്ന് വെച്ചാൽ ഒന്നുമില്ല. ലൈബ്രറി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ ഫംഗ്ഷനുകളായിരിക്കും. നമ്മള് പൈത്തന്റെ കുറെ ഫംഗ്ഷനുകളൊക്കെ കൂടിയിട്ട് ലൈബ്രറി ആക്കിയിട്ട് എനിക്കത് ചെയ്ത് കഴിഞ്ഞാൽ, ഉണ്ടാക്കി ഇട്ട് കഴിഞ്ഞാൽ അത് ആർക്കും വേണമെങ്കിലും ഉപയോഗിക്കാം. അതാണ് പൈത്തന്റെ എളുപ്പം, ആ ഒരു ഈസിനെസ് കാണിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഇപ്പൊ മെഷീൻ ലേണിംഗ് AI ഒക്കെ വന്നതുകൊണ്ട് ഈ മെഷീൻ ലേണിംഗ് അതിന് വേണ്ട കുറെ ലൈബ്രറീസ്, കുറെ പുതിയ ലൈബ്രറീസ് നമ്മള് ആർക്ക് വേണമെങ്കിലും, ഇപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് VS കോഡിൽ സ്വന്തമായിട്ട് ജസ്റ്റ് ഇമ്പോർട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഇമ്പോർട്ട് ചെയ്തിട്ട് നമുക്ക് അവര് എഴുതിയ ഫംഗ്ഷനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് ഈ പൈത്തൺ ഇത്ര വൈഡ് ആയിട്ട് എല്ലാവരും ഉപയോഗിക്കുന്നത്. മെഷീൻ ലേണിംഗ് AI C++ൽ അത്ര എളുപ്പമല്ല ചെയ്യാൻ. അപ്പൊ ഇതിനെ ഓപ്പൺ സോഴ്സ് ലൈബ്രറീസ് എന്ന് വിളിക്കാം. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. അപ്പൊ AI ജനറലി എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ AI ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുമ്പോൾ ഓരോരുത്തർ ഓരോ പുതിയ സാധനങ്ങൾ കണ്ടുപിടിച്ചോണ്ടിരിക്കുക. ഈ കണ്ടുപിടിക്കുന്ന എല്ലാ സാധനങ്ങളും ഒന്നൊന്നായിട്ട് അവർ ഇതിലേക്ക് ഇടും. അപ്പൊ നമുക്കതൊക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്കതൊക്കെ ഉപയോഗിക്കാം. അത് അവിടെ ഭയങ്കര എളുപ്പമാണ്, ജസ്റ്റ് ഇമ്പോർട്ട് അടിച്ചാൽ മതി. അപ്പൊ ആ ഒരു ഇതാണ് മെയിൻ ആയിട്ട് പൈത്തന്റെ ഒരു ഹെൽപ്ഫുൾനെസ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എക്സ്പ്രഷൻ ഒന്നൊന്നായിട്ട് ഇതിൽ കൂടെ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവാം, എങ്ങനെ എന്തൊക്കെ സംഭവം എന്നുള്ളത്. അപ്പോ ഇതിൽ പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീക്വൻസ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ഓഫ് സീക്വൻസ്. നമ്മൾ കുറച്ച് ഇപ്പൊ പ്രിന്റ് ഹലോ വേൾഡ് എന്ന് പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ? നമ്മളത് ഒരു ഇൻസ്ട്രക്ഷൻ ആണ്, പ്രിന്റ് ചെയ്യൂ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുത്തിട്ട് അത് റൺ ചെയ്യാണ് നമ്മൾ. അപ്പോ ഇവിടെ ഉണ്ടാവുന്ന സീക്വൻസ് ആണിത്. കണ്ടോ? ഫസ്റ്റ് നമ്മൾ ഈ സീക്വൻസ് എഴുതും, എന്നിട്ട് നമ്മൾ ഇതിനെ ബൈനറി കമാൻഡ് ആക്കും. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? VS കോഡ് ഓട്ടോമാറ്റിക്കലി ചെയ്യുന്നുണ്ട്. VS കോഡ് ഇതിനെ ബൈനറി കമാൻഡ് ആക്കും ഓട്ടോമാറ്റിക്കലി. ബൈനറി കമാൻഡ് ഇതൊക്കെ ശരിക്കും ഇതൊന്നും അങ്ങനെ ഫുള്ളായിട്ട് മനസ്സിലാക്കണമെന്നില്ല. നമുക്ക് ഒരു കോഡർ ആവാൻ ഇതൊക്കെ എന്താ ബൈനറി കമാൻഡ് എന്താണ്, ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കും, കോളേജിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കും. പക്ഷെ ഇതൊന്നും ശരിക്കും നമുക്ക് ആക്ച്വൽ യൂസ് കേസിൽ ഇതൊന്നും ആവശ്യമില്ല. മനസ്സിലാക്കണമെന്ന് ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു, അത് നമ്മൾ VS കോഡിൽ നമ്മൾ റൺ അടിക്കുമ്പോൾ VS കോഡ് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് പൈത്തൺ ഇന്റർപ്രറ്ററിന് കൊടുക്കും. ഇന്റർപ്രറ്റർ മനസ്സിലാക്കി അത് ടെർമിനലിൽ കാണിച്ചു തരും. ഇതാണ് എൻറ്റയർ സെറ്റപ്പ്. അപ്പോ ഇതാണ്ടോ, ഇവിടെ ഒരു സിമ്പിൾ കോഡാണിത്. നമ്മള് മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ. ഇത് ജസ്റ്റ് വെറുതെ ബേസിക് ഒരു റേഡിയസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാ. അപ്പോ ഒരു റേഡിയസ് സ്ട്രിങ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ഉണ്ടാക്കി. ഇതൊന്ന് വായിച്ചു നോക്കി, ഇത് മനസ്സിലാവുന്നുണ്ടോ ഒന്നും പറയാൻ പറ്റുമോ? അതിനനുസരിച്ച് ഞാൻ പറയാം. മനസ്സിലാവുന്നുണ്ടല്ലേ? അപ്പൊ ഇമ്പോർട്ട് മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറി നമ്മൾ ആദ്യം ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് റേഡിയസ് സ്ട്രിങ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ ആദ്യം ഉണ്ടാക്കും. അത് ഇൻപുട്ട് ചെയ്യും, എൻ്റർ ദ റേഡിയസ് ഓഫ് യുവർ സർക്കിൾ എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ഞാൻ ഒരു ഇതിൽ തുടങ്ങാം. ഞാനിവിടെ ഒരു ന്യൂ ഫയൽ തുടങ്ങി, test.pynb. അപ്പൊ ഈ ഒരു സംഭവം ഇത്
ടെസ്റ്റ് നോട്ട് ഇത് എന്ന് പറയുന്നത് പൈത്തൺ നോട്ട്ബുക്ക് ആണ്. നമ്മൾ .py പകരം .ipy കൊടുത്തു. അപ്പൊ ഇതെന്താ ഇത് ബേസിക്കലി പഠിക്കാനും ഇതിനൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും കുറച്ചും കൂടി. ഓക്കെ, അപ്പൊ നമ്മള് കുറച്ച് കോഡ് ഫയൽസ് എഴുതിയിട്ട് നമ്മൾ ഇമ്പോർട്ട് മാത്ത് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് എന്താ ചെയ്യണത്, ഇതിൽ നമ്മൾ ഒരു വേരിയബിൾ ഉണ്ടാക്കുന്നുണ്ട്, റേഡിയസ് എന്ന് പറഞ്ഞിട്ട്. റേഡിയസ് പറഞ്ഞ വേരിയബിളിൽ എന്താ ചെയ്യണത്, റേഡിയസ് എൻ്റർ ദ റേഡിയസ് ഓഫ് എ സർക്കിൾ, എത്ര വേണ്ടത് എന്നാണ് നമുക്ക് വേണ്ടത്. അപ്പോ ഇൻപുട്ട് എൻ്റർ ദ റേഡിയസ് ഓഫ് യുവർ സർക്കിൾ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതാക്കി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ റേഡിയസ് ഫ്ലോട്ടിൽ കിട്ടണം. ഇതൊന്ന് ടൈപ്പ് ചെയ്യുന്നുണ്ട് ഈ കോഡ്. കോഡ് റേഡിയസ് ടു ഇൻറ്റു I into radius float and circumference of your circle സംഭവം ഞാൻ ഇതിപ്പോ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ നോട്ട്ബുക്ക് സംഭവമുണ്ടല്ലോ, അത് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് അതാണോ? അതല്ല, ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ VS കോഡിന്റെ ഉള്ളിൽ നമുക്ക് ജൂപ്പിറ്റർ നോട്ട്ബുക്ക് പോലെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യാൻ പറ്റും. അപ്പൊ ബേസിക്കലി ഈ നോട്ട്ബുക്കിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, ഏതൊക്കെ കോഡ് എവിടെ റൺ ചെയ്യണം എന്നൊക്കെ. അതാണ് മെയിൻ ആയിട്ട്. ഇപ്പൊ ഞാനിപ്പോ ഒരു വെറുതെ പൈത്തൺ ഫയൽ എഴുതിയെങ്കിൽ മനസ്സിലാവില്ലല്ലോ കറക്റ്റ് ആയിട്ട് ഏത് കോഡാണ് എവിടെയാണ് എന്നൊന്നും മനസ്സിലാവില്ലല്ലോ. അവിടെയാണ് ഇതിന്റെ യൂസ് കേസ് വരിക. സെക്കൻഡ്. അത് എന്റെ ഐപൈ കെർണൽ ഒന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം എടുക്കുമ്പോഴാണ് കാണിക്കുന്നത്. ഞാൻ .py ഫയൽ എടുത്തു കഴിഞ്ഞാൽ എൻ്റർ ദ റൺ ചെയ്തു, .py ഫയൽ റൺ ചെയ്തു. ഇവിടെ ചോദിക്കുന്നുണ്ട് എൻ്റർ റേഡിയസ് ഓഫ് സർക്കിൾ. അപ്പൊ എന്റെ സർക്കിളിന്റെ റേഡിയസ് എനിക്കിപ്പോ ഒരു 7 വേണമെങ്കിൽ 7 അടിച്ചിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ സർക്കംഫറൻസ് ഓഫ് സർക്കിൾ 43.9 കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ ജസ്റ്റ് സ്പേസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കിട്ടും. ടെർമിനലിൽ ഇവിടെ ചോദിക്കും എൻ്റർ ദ റേഡിയസ് ഓഫ് സർക്കിൾ. എനിക്കിവിടെ ഒരു 8 കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്, നേരെ ഇത് ഞാൻ 8 കൊടുക്കുമ്പോൾ റേഡിയസിലേക്ക് 8 പോവും. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇന്റീജർ ആയിട്ടാണ് പോവാ. ഓക്കെ, ഇന്റീജർ ആയിട്ടാണ് പോവാ റേഡിയസ് ഓട്ടോമാറ്റിക്കലി. കാരണം ഞാൻ 8 അല്ല കൊടുത്തത്. ഞാൻ ഇതേ സമയത്ത് ഞാൻ 8.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ 8.0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫ്ലോട്ടായി. മനസ്സിലായില്ലേ? ഡേറ്റ ടൈപ്പ് ആണ് ബേസിക്കലി. അപ്പൊ നമ്മൾ 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വെറും ഇന്റീജർ ഒക്കെ വരാം. 8.0 എന്ന് കൊടുത്താൽ ഫ്ലോട്ട് ആവും. അപ്പോ ഇത് റേഡിയസിലേക്ക് ആദ്യം 8 പോവും. റേഡിയസ് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആദ്യം 8 പോവും. ഇത് റേഡിയസ് ഫ്ലോട്ട് എന്താ ചെയ്യാ, 8നെ ഫ്ലോട്ട് ആക്കും. ഫ്ലോട്ട് ഓഫ് റേഡിയസ് എന്നുണ്ട്.
അപ്പൊ ഇവിടെ എന്തുണ്ടാവണം വെച്ചാൽ റേഡിയസ് നമ്മൾ ഫ്ലോട്ട് ആക്കാണ് ബേസിക്കലി. അപ്പൊ ഞാൻ 8 കൊടുത്താൽ 8.0 ആവും, 8.0 കൊടുത്താൽ 8.0 തന്നെയായിട്ട് നിൽക്കും. ഓക്കെ ഓക്കെ. ഇനി നമ്മൾ ഇതിലേക്ക് പോയിട്ട് പിന്നെ സർക്കിളിന്റെ സർക്കംഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 2πr ആണ് ഫോർമുല. അപ്പൊ ഈ മാത്ത് പറഞ്ഞ ലൈബ്രറി ഇവിടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മാത്തിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് മാത്ത് ഡോട്ട് പൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പൈന്റെ വാല്യൂ ഇവിടെ കിട്ടും. റേഡിയസ് റേഡിയസ് ഇൻറ്റു ചെയ്താൽ നമുക്ക് 2πr ആണ് ഇവിടെ ചെയ്യണം. 2 ഇൻറ്റു മാത്ത് ഡോട്ട് പൈ ഇൻറ്റു റേഡിയസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്ലോട്ട് ആണ് വരുന്നത്. കണ്ടോ, റേഡിയസ് ഫ്ലോട്ടിലാണ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് സർക്കിൾ ഈക്വൽ ടു 50.26548 ഇങ്ങനെ കുറെ ഒരു ഫ്ലോട്ട് വാല്യൂ നമുക്ക് കിട്ടുന്നത്. ഇതിന് പകരം ഈ റേഡിയസ് ഫ്ലോട്ടിന് പകരം റേഡിയസ് കൊടുത്തു. ഓക്കെ, റേഡിയസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുണ്ടാവുക, അവിടെ 8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എറർ വന്നു. അതെന്താ പറയണത്, കാൻ മൾട്ടിപ്ലൈ സീക്വൻസ് ബൈ നോൺ ഇൻറ്റ് ടൈപ്പ് ഓഫ് ഫ്ലോട്ട്. എറർ ടൈപ്പ് എറർ ആണത്. ടൈപ്പ് എറർ എന്താ പറയണേ, ടൈപ്പ് എറർ എന്ന് വെച്ചാൽ ബേസിക്കലി ഡേറ്റ ടൈപ്പ്. അപ്പൊ എന്താ പറയണത്, ഇന്റീജർ അവിടെ ഫ്ലോട്ട് തന്നെ വേണം, അതുകൊണ്ടാണ് അവിടെ പറയണത്. ഇത് ഞാൻ അത് ഒന്നും കൂടി റൺ ചെയ്ത് ഞാനിവിടെ 8.0 കൊടുത്തു. 8.0 അപ്പോഴും ഇത് നമ്മൾ ഇത് ഇൻപുട്ട് ചെയ്യണത് ഇന്റീജർ ആണ് എപ്പോഴും, മനസ്സിലായില്ലേ? അപ്പൊ അത് ഫ്ലോട്ട് ആക്കാണ്ട് നമ്മൾ ഇതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എറർ വന്നു. അപ്പൊ ഈ ചെറിയ പ്രോഗ്രാമിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഡേറ്റ ടൈപ്പിന്റെ ഇമ്പോർട്ടൻസ് ആണ്. ഇന്റീജർ കൊടുക്കേണ്ടടുത്ത് ഇന്റീജർ കൊടുക്കണം, ഫ്ലോട്ട് കൊടുക്കേണ്ടത് ഫ്ലോട്ട് കൊടുക്കണം. നമ്മൾ എപ്പോഴും ഉറപ്പ് വരുത്തണം എന്ത് ടൈപ്പിലാണ് എപ്പോഴും പോകുന്നത് എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. ഇതാണ് അതിന്റെ ഒരു സംഭവം. അപ്പൊ വീണ്ടും നമ്മൾ മാറ്റി കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കോഡർ ഉണ്ടാവും ഈ 2 പോയിന്റ്സ്. അപ്പൊ ഇത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് റീനെയിം ചെയ്തിട്ട് ഡേറ്റ ടൈപ്പ് ഇതൊക്കെ ഈ കോഡ് ഫയൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം എന്തായാലും റെഫറൻസിന് വേണ്ടിയിട്ട്. നമ്മളിങ്ങനെ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഓരോ ദിവസം എടുക്കുന്ന ക്ലാസ്സിൽ നമ്മൾ ഉപയോഗിച്ച കോഡ് ഫയൽസ് ഒക്കെ ഒന്ന് എപ്പോഴും ഇതാക്കി വെച്ചോളൂ. അപ്പൊ പിന്നെ നമുക്കത് റെഫർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും പിന്നെ പഠിക്കാൻ വേണ്ടിയിട്ട്. ഡേറ്റ ടൈപ്പ് സർക്കംഫറൻസ് സർക്കിൾ. അപ്പൊ ഈ സാധനം റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സംഭവം പഠിക്കാം, എങ്ങനെയാണ് ഇതിന്റെ ഇത് വരുന്നത്. അത് കാണിക്കാനുള്ള ഒരു ചെറിയൊരു ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇവര് ചെയ്തിരിക്കുന്നത് ഏരിയ കൂടി ആൾക്കാർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഏരിയ എന്ന് പറയുമ്പോൾ πr². അപ്പൊ മാത്ത് ഡോട്ട് പൈ ഇൻറ്റു റേഡിയസ് ഫ്ലോട്ട് ഇൻറ്റു റേഡിയസ് ഫ്ലോട്ട് πr² ആണ്. അപ്പൊ നമുക്ക് ഇതിങ്ങനെ നേരെ ഏരിയ പ്രിന്റ് ചെയ്യാം. നമ്മൾ ഏരിയ പ്രിന്റ് ചെയ്യാൻ വേറൊരു സംഭവം കൂടി ഉണ്ട്. എന്താണ്, ഇതും കൂടി ചെയ്യാം. അപ്പൊ അതും കൂടി ഇവിടെ ചെയ്യാം. ഏരിയ ഈക്വൽ ടു പൈ, മാത്ത് ഡോട്ട് പൈ ഇൻറ്റു റേഡിയസ് ഫ്ലോട്ടിലുള്ള റേഡിയസ് ഇൻറ്റു റേഡിയസ് ഫ്ലോട്ടാണ് ഇവര് ചെയ്തത് അല്ലേ? അതെ, ഫ്ലോട്ട് ഇത് ചെയ്തു. ഏരിയ ഓഫ് സർക്കിളും കൂടി പ്രിന്റ് ചെയ്തു അടിയിൽ. ഞാനിത് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റർ ദ റേഡിയസ് ഓഫ് സർക്കിൾ ഞാൻ 9 കൊടുത്തു കഴിഞ്ഞാൽ സർക്കംഫറൻസ് ഇത്രയാണ്, ഏരിയ എത്രയാണ് എന്ന് പറഞ്ഞു വന്നു. അത് 56 ആണ് സർക്കംഫറൻസ്, 2πr, ഏരിയ πr² ആണ് 254. ഇനി ഞാൻ ഇതിന് പകരം നമുക്ക് വേറൊരു സംഭവം കൂടി ഉണ്ട്. ഇത്ര നമുക്ക് സ്ക്വയർ ചെയ്യണമെങ്കിൽ ഇൻറ്റു 2 എന്ന് കൊടുത്താൽ മതി. കണ്ടോ, റേഡിയസ് ഫ്ലോട്ട് ഇൻറ്റു 2 എന്ന് വെച്ചാൽ റേസ് 2 എന്നാണ് നമ്മൾ സ്ക്വയർ ചെയ്യില്ലേ, മുകളിൽ എഴുതല്ലേ, അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ π ഇൻറ്റു r ഇൻറ്റു സ്ക്വയർ πr². നമ്മളിവിടെ വീണ്ടും 9 കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അതേ ഇത് കിട്ടും. കണ്ടോ, അപ്പൊ ഇത് ബേസിക്കലി ഇതൊക്കെ ബേസിക് മാത്ത് ഓപ്പറേഷൻ ആണ്. നമുക്ക് പൈത്തണിലുള്ള മെയിൻ ഓപ്പറേറ്റർ പറഞ്ഞാൽ പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്, പിന്നെ നമുക്ക് ഇൻറ്റു ചെയ്യാം, ഡിവൈഡ് ചെയ്യാം, പിന്നെ നമുക്ക് വേറെ സ്ക്വയർ ചെയ്യാനുള്ളത് അടുപ്പിച്ച് 2 സ്റ്റാർ, പിന്നെ നമുക്ക് ഫ്ലോർ ഡിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. എന്നുവെച്ചാൽ ഇങ്ങനെ രണ്ട് ഡിവിഷൻ. ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ, ഇവിടെ കാണിച്ചു തരാം.
നമ്മളിത് ഇവിടെ റേഡിയസ് ഇത് ഫുള്ള് കളയാം. കാൽക് ഈക്വൽ ടു റേഡിയസ് ഫ്ലോട്ട് ഡിവൈഡ് ബൈ 2 കൊടുത്തു. ഓക്കെ, അപ്പോ ഞാൻ ജസ്റ്റ് ഈ ഓപ്പറേറ്റർ എങ്ങനെ വേറെ എന്തൊക്കെ ഉണ്ട് ചെയ്യാൻ പറ്റും, കാൽക്കുലേഷൻ എങ്ങനെ ചെയ്യാന്നുള്ളത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതൊക്കെ നമുക്ക് എന്താ വെച്ചാൽ ഇനി എയിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ നമ്മൾ ഡെയിലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് ഞാനിത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നത്. കാൽക്കുലേഷൻ കാൽക് പറഞ്ഞിട്ട് ജസ്റ്റ് കാൽക്ക് ഒന്ന് പ്രിന്റ് ചെയ്യാം. അപ്പൊ ഞാനിപ്പോ ഇവിടെ ജസ്റ്റ് കൊടുത്തിട്ട് ഞാനിപ്പോ ഒരു 9 കൊടുത്തു. 9 കൊടുത്താൽ 4.5 9/2. ഓക്കെ, 9 കയറും, 9 ഫ്ലോട്ട് ആവും. ഫ്ലോട്ട് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4.5 കിട്ടും. ഇനി ഇതിന് പകരം ഞാൻ ഫ്ലോർ ഡിവിഷൻ ഉപയോഗിച്ചു. 9 കൊടുത്ത കണ്ടോ? ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവണത് കണ്ടോ? ഫ്ലോർ ഡിവിഷൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും അടുത്തുള്ള ഇന്റീജർ ഇല്ലേ, അതിലേക്ക് റൗണ്ട് ചെയ്യും നമ്പറിനെ. അപ്പൊ ഫ്ലോർ ഡിവിഷൻ ചെയ്യുമ്പോൾ 4.5 ആണെങ്കിൽ അത് 4 തന്നെ ആവുള്ളൂ. അപ്പൊ അതൊരു ഓപ്പറേറ്റർ ആണ് പൈത്തണിലുള്ള. ഇതാവാം. അപ്പൊ 6 ആണെങ്കിൽ എന്താ ഉദ്ദേശിച്ചത്? 4.6 ആണെങ്കിൽ അല്ലെ? അപ്പൊ നമുക്ക് 4.6 പറയുമ്പോ 9.2 അല്ലെ? 9.2 ഞാൻ കൊടുത്തു. 9.2 കൊടുത്താൽ 4 ആവുള്ളൂ. ഏറ്റവും ഇതിലുള്ള ഇന്റീജറിലേക്കാണ് അത്. ഏറ്റവും 4.6 ആണ്, 4.7, 4.8 ആണ്, 4.9 ആണെങ്കിലും ഒക്കെ 4ലേക്കാണ് വരിക. 5 ആയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം 5ലേക്ക് വരും. അപ്പോ ഒരു ഫ്ലോർ ഡിവിഷൻ പറഞ്ഞാൽ നമ്മുടെ ഗ്രേറ്റസ്റ്റ് ഇന്റീജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ പഠിച്ചിട്ടുണ്ടോ നമ്മള് മാത്സിൽ? ഒരു നമ്പറിന്റെ ഏറ്റവും വലിയ ഇന്റീജർ അത് ഏതാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യണമെന്നാണ് ഈ ഫ്ലോർ. അപ്പൊ ബേസിക്കലി ഇതൊക്കെയാണ്. പിന്നെ നമ്മൾ മോഡുലസ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. മോഡുലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യണതാ. അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോ 9 കാൽക്കുലേറ്റ് ഇട്ടു. 9 ഇട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി 9 എടുത്തു കഴിഞ്ഞാൽ 9ന്റെ എന്താ പറയാ 2 വെച്ച് ഡിവൈഡ് ചെയ്ത 9 എന്താ വരിക? 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുമല്ലോ. അതാണ് നമ്മുടെ പെർസെന്റേജ് ആയിട്ട് വരിക. മനസ്സിലായോ? അപ്പൊ പെർസെന്റേജ് പറഞ്ഞാൽ ഇതിനെ മോഡുലസ് എന്ന് വിളിക്കും. പെർസെന്റേജിനെ ഇത് മോഡുലസ് ഓപ്പറേറ്റർ എന്ന് പറയാം. ഇത് റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പൊ ഇതൊക്കെ സിമ്പിൾ ആണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു നമ്പർ, നമുക്കിപ്പോ ഒരു നമ്പർ വന്നു, അത് ഈവൻ ആണോ എന്ന് അറിയണം. ഓക്കെ, ഇഫ് എക്സ് മോഡ് 2 ഈക്വൽ ടു 1 പ്രിന്റ് ഓഡ് അല്ലെങ്കിൽ പ്രിന്റ് ഓഡ്. ഇങ്ങനെയാണ് ഇതിന്റെയൊക്കെ ഉപയോഗം വരിക. പ്രിന്റ് ഈവൻ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് കണ്ടോ ഇപ്പൊ എന്താ ഉണ്ടാവണത്? ഒരു നമ്പർ എക്സ് എന്ന് പറഞ്ഞ നമ്പർ നമ്മള് 2 വെച്ചിട്ട് റിമൈൻഡർ 1 വരുന്നുണ്ടെങ്കിൽ അത് ഓടാണ്, അല്ലെങ്കിൽ ഈവൻ ആണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഈവൻ ആണല്ലോ. അപ്പൊ അതാണ് ഇതിന്റെ ലോജിക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ ഓരോ ഓപ്പറേറ്റർ ഉപയോഗിക്കുക. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം. ഇതൊക്കെ നമ്മുടെ ബേസിക്സ് ആണ്. അപ്പൊ ഇത് നമ്മൾ കവർ ചെയ്തു. പിന്നെ നമ്മളിതാ എങ്ങനെ ഇൻപുട്ട് ഗെറ്റ് ചെയ്യാം, അതിനാണ് ഇൻപുട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇൻപുട്ട് ബ്രാക്കറ്റിൽ ഗിവ് മി എ വാല്യൂ. ഇതാണ് നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. കണ്ട, ഇൻപുട്ട് എൻ്റർ ദ റേഡിയസ് ഓഫ് യുവർ സർക്കിൾ. കണ്ട, ഇൻപുട്ട് യൂസറുടെ വാങ്ങുന്ന വാല്യൂ. അപ്പൊ അത് നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇൻപുട്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അവിടെ ഇതാണ് അത് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഭാഗം. ഫംഗ്ഷൻ ഇൻപുട്ട് ഗിവ് മി എ വാല്യൂ. ഇത് നമ്മൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഗിവ് മി എ വാല്യൂ എന്ന് കാണിക്കും. നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് നമ്മൾ എൻ്റർ അടിക്കണ വരെ അത് വെയിറ്റ് ചെയ്യും.
ഇതാ അടുത്തത് കണ്ടോ, ഇമ്പോർട്ട് മാത്ത് നമ്മൾ ചെയ്തു. ഇത് എന്തുകൊണ്ടാണെന്നൊക്കെ പറയാണ്. മാത്തിൽ പറഞ്ഞൊരു മാത്ത് ഡോട്ട് പൈ എടുത്തു കഴിഞ്ഞാൽ പൈ എന്ന് പറഞ്ഞ സാധനം കിട്ടും, പൈന്റെ വാല്യൂ കിട്ടും. മാത്തിലെ വേറെ ഫംഗ്ഷൻ ആണ് ഈ മാത്ത് എന്ന് പറഞ്ഞ ലൈബ്രറിയിലുള്ള ഒരു ഫംഗ്ഷൻ ആണ് പൗ. പൗ എന്ന് പറയണത് ഇതെന്താ വെച്ചാൽ പൗ എക്സ് കോമ വൈ എന്നിട്ട് എക്സ് ടു ദ വൈറ്റ് പവർ കിട്ടും നിനക്ക്. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഞാൻ കാണിച്ചു തരാം. ഇപ്പോ നമ്മള് പ്രിന്റ് കാൽക്കീസ് മാത്ത് ഡോട്ട് പൗ, നമ്മൾ ഇവിടെ ഉള്ളിലെ റേഡിയസ് ഫ്ലോട്ട് ഉണ്ട്, അടുത്ത റേഡിയസ് കോമ 9 കൊടുത്തു. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മൂവിയാണ്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എൻട്രി ഇനി വാല്യൂ കൊടുക്കാം. റേഡിയസിന്റെ ആവശ്യമില്ല, ഇനി വാല്യൂ. ഓക്കെ, അപ്പൊ ഈ എൻട്രി ഇനി വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് ചോദിക്കും എൻട്രി ഇനി വാല്യൂ ചോദിക്കും. അപ്പൊ നമ്മളിവിടെ അടിയിൽ ഇതാണ്ടോ എൻട്രി ഇനി വാല്യൂ ചോദിക്കുന്നു, നമ്മളിവിടെ ഒരു 5 കൊടുക്കുന്നു. അപ്പൊ 5 എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 5ന്റെ പൗവിലേക്ക് എന്ത് ചെയ്യും, റേഡിയസിൽ 5 ആണല്ലോ കിടക്കുന്നത്. അപ്പൊ 5 ഇവിടെ പോവും. എന്നിട്ട് പൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ 5⁻9 ചെയ്യും. പൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എന്താ വെച്ചാൽ എക്സ് കോമ വൈ എക്സ് റേസ് ടു വൈ എക്സ്, അതാണ് ചെയ്യാം. അപ്പൊ 5 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ ഓക്കെ, ഇത് ഇൻറ്റീജർ ആക്കണം, അതുകൊണ്ടാണ് അവിടെ പ്രശ്നമായത്. എക്സ് ഈക്വൽ ടു ഇൻറ്റ് ഓഫ് റേഡിയസ്. ഞാൻ പറഞ്ഞ ഡേറ്റ ടൈപ്പിന്റെ പ്രശ്നം എന്ന് പറഞ്ഞില്ലേ, അത് ടൈപ്പ് എററായി ഇവിടെ. അല്ല, ഇൻറ്റീജർ ആയിരിക്കണം, സ്ട്രിങ് ആയിരിക്കരുത് എന്ന് പറഞ്ഞു. ഞാനിവിടെ ഒന്നും കൂടി റൺ ചെയ്യാം. 5 കൊടുത്തു കഴിഞ്ഞാൽ 5⁻9 ആൻസർ കിട്ടി നിനക്ക്, വലിയ നമ്പർ കിട്ടി. ഇത് വെയിറ്റ് കൊടുത്ത് 5⁻8 വേണമെങ്കിൽ 5⁻8 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 5 എൻട്രി ചെയ്താൽ 5⁻8 കിട്ടും. ബേസിക്കലി അതൊരു ഫംഗ്ഷനാണ്, പൗ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറെ ഫംഗ്ഷനുകൾ ഉണ്ട്. സംഭവം ഇതൊന്നും ഈ ഫംഗ്ഷനുകളൊക്കെ എല്ലാം വേണമെന്നുണ്ടോന്നൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് അറിയാം, ഇങ്ങനെ മാത്ത് ഒക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് ലൈബ്രറിയാണ്. അപ്പൊ ഇതൊക്കെ ജസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഇതൊക്കെ അങ്ങനെ കാണപ്പെടാൻ പഠിക്കണമെന്നൊന്നുമില്ല. കാരണം നമ്മൾ ആക്ച്വൽ കോഡിങ്ങിലേക്ക്, നമ്മളെ AI കോഡിങ്ങിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഇതൊക്കെ നമുക്ക് പല സോഴ്സസിൽ നിന്നൊക്കെ എടുക്കാം. സിമ്പിൾ കോഡുകൾ നമുക്ക് എടുക്കാം. എയുടെ കോഡാണ് ശരിക്കും പഠിക്കേണ്ടത്. ഓക്കെ, പക്ഷെ ഈ വേരിയബിൾ എന്താണ്, വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, ഈക്വൽ ടു എങ്ങനെ അസൈൻ ചെയ്യണത്, ഫംഗ്ഷൻ എങ്ങനെ കോൾ ചെയ്യണത്, ഇൻപുട്ട് എന്താണ്, ഔട്ട്പുട്ട് എന്താണ്, ഈ പരിപാടികളൊക്കെ അല്ലേ നമ്മൾ ഇവിടെ ചെയ്ത ഈ ഇൻപുട്ട് എൻറ്റർ എനി വാല്യൂ, പിന്നെ എക്സ് ഈക്വൽ ടു ഈ ടൈപ്പ് എന്തിനാ മാറ്റി, ഇതൊക്കെയാണ് ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ബേസിക്കുകൾ. നമ്മളിനി ബേസിക്കിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് ഈക്വൽ ടു അസൈൻമെന്റ് സിമ്പിൾ, അസൈൻ ചെയ്യുക നമ്മള്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കണേ, നമ്മുടെ കോഡിലേക്ക് പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഈ എക്സിനെ നമ്മൾ റേഡിയസിനെ നമ്മൾ ഈ വാല്യൂ ആയിട്ട് നമ്മൾ അസൈൻ ചെയ്തു. അസൈൻ ചെയ്തു. ഈ ഇതൊക്കെ ആണല്ലോ ഈ ലെഫ്റ്റിൽ കാണുന്ന ഇത് ഒക്കെ പറയണത് നമുക്ക് ഓരോ ബക്കറ്റ് ആയിട്ട് വിചാരിക്കാം. ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഓരോ ബക്കറ്റുകളാണ്. ഓക്കെ, അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞ ഒരു ബക്കറ്റിലേക്ക് നമ്മൾ ഒരു വാല്യൂ എടുത്തിട്ടു 5. ഞാനിപ്പോ ഇവിടെ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന വാല്യൂ ആ ബക്കറ്റിലേക്ക് പോകും. 6 കൊടുത്ത ആ ബക്കറ്റിലേക്ക് റേഡിയസ് എന്ന ഭാഗത്ത് 6 പോകും. അത് കഴിഞ്ഞിട്ട് 6നെ നമ്മൾ വീണ്ടും ഇന്റീജർ ആക്കിയിട്ട് നമ്മൾ എക്സിലേക്ക് എക്സ് എന്ന് പറഞ്ഞ ബക്കറ്റിലേക്ക് എടുത്തിട്ടു ഇവിടെ രണ്ടാമത്തെ ലൈനിൽ. എന്നിട്ട് പിന്നെ നമ്മൾ മൂന്നാമത്തേൽ ജസ്റ്റ് പ്രിന്റ് ചെയ്യും. അപ്പൊ ഈ വേരിയബിൾ എന്ന് പറയുന്നത് ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. കഴിഞ്ഞാൽ 6 നേരെ അതിന്റെ വാല്യൂ കിട്ടും. ഇതില് അതാണ് അത് ഒരു ഉദ്ദേശിക്കുന്നത് അസൈൻമെന്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈക്വൽ ടു എന്ന് പറയുന്നത് നമുക്കൊരു വാല്യൂ കൊടുക്കാനുള്ളതാണ്. ഓക്കെ, പ്രിന്റ് പ്രിന്റ് ചെയ്യണത് പ്രിന്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ്. പ്രിന്റിന്റെ ഉള്ളിൽ നിനക്ക് സ്ട്രിങ് ആണ് വേണ്ടത്, സ്ട്രിങ് ആണ് കൊടുക്കേണ്ടത്. ഇനി പ്രിന്റിന്റെ ഉള്ളിൽ നിനക്ക് വേരിയബിൾ മാത്രം കൊടുക്കണം, അങ്ങനെയും കൊടുക്കാം. ഇപ്പൊ ഞാന് ഇവിടെ ഇതിന് പകരം ഞാൻ ഇവിടെ പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞു കൊടുത്തു, അല്ലെങ്കിൽ പ്രിന്റ് എക്സിന്റെ സെറ്റപ്പുകളായിട്ട്
റേഡിയസ് എന്ന് കൊടുത്തു. അപ്പൊ റേഡിയസ് നമ്മൾ ആദ്യം ഒരു വാല്യൂ എടുത്തിടും. ഓക്കെ, ഇത് റൺ ചെയ്യുമ്പോൾ എൻറ്റർ എനി വാല്യൂ. അപ്പൊ ഞാനിപ്പോ 6 ഇട്ട് കഴിഞ്ഞാൽ 6 ജസ്റ്റ് പ്രിന്റ് ചെയ്യും. കണ്ടോ, അടിയിൽ 6 തന്നെ പറഞ്ഞ പ്രിന്റ് ചെയ്തു. സിമ്പിൾ ആണ്, ഡയറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതാണ് അവിടെ ചെയ്യുന്നത്. പ്രിന്റ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് വേരിയബിൾ പ്രിന്റ് ചെയ്യാം. പിന്നെ പ്രിന്റിന്റെ കുറച്ച് പരിപാടികളുണ്ട്. അത് എങ്ങനെയാ വെച്ചാ, ഇപ്പോ ഒരു 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 സ്ട്രിങ് പ്രിന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഹൈ മൈ നെയിം ഇസ് ശ്രേയസ് എന്നിട്ട് പ്രിന്റ് ചെയ്തു. ഇപ്പൊ നമുക്ക് എടുത്ത് കളയാം, ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത പോലെ ഇത് ഞാൻ റൺ ചെയ്ത മൈ നെയിം ഇസ് ശ്രേയസ് എന്ന് പ്രിന്റ് ചെയ്തു. ഇനി ഞാൻ അടിയത്തെ ലൈനില് നേരെ ഞാൻ പ്രിന്റ് ചെയ്യാണ്. പ്രിന്റ് ഐ ആം ആൻ AI എഞ്ചിനീയർ എന്ന് പറഞ്ഞ് ജസ്റ്റ് പ്രിന്റ് ചെയ്യാണ്. ഇങ്ങനെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക, 2 ലൈനിലായിട്ടാ വരാം. ഓട്ടോമാറ്റിക് ആയിട്ട് അടുത്ത ലൈനിലേക്ക് ചാടി. പക്ഷെ നേരെ മറിച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ പ്രിന്റ് ചെയ്യണത് AI എഞ്ചിനീയർ. ഈ ഡബിൾ കോണ്ട് ഉള്ളിൽ തന്നെ പ്രിന്റ് ചെയ്താൽ കറക്റ്റ് ആ ലൈനിൽ തന്നെ നിൽക്കും. ഓക്കെ, ഇനി ഇതില് പകരം ഞാൻ ജസ്റ്റ് \n കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ, \n എന്ന് പറഞ്ഞാൽ ഇതൊരു പുതിയ ലൈൻ തുറക്കുന്ന എസ്കേപ്പ് സീക്വൻസ് ആണ്. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ ഐ എം എൻ AI എഞ്ചിനീയർ ഇങ്ങനെ വന്നു. അപ്പോ ഇതൊക്കെ ജസ്റ്റ് നമ്മൾ സ്ട്രിങ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം. സ്ട്രിങ് ബിൽഡിംഗ്, നമ്മളൊരു ഈ സംഭവം ഒരു സ്ട്രിങ് ആണല്ലോ. സ്ട്രിങ് എന്ന് പറഞ്ഞ ഡേറ്റ ടൈപ്പാ വരിക, അത് ഈ കാണുന്നത്. അപ്പൊ ഈ സ്ട്രിങ്ങിനെ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്യണമെന്നൊക്കെയുള്ളതാണ് ഇതിൽ കാണിക്കുക. ഞാനിപ്പോ ഇവിടെ 4 എണ്ണം കൊടുത്തു, 5 എണ്ണം കൊടുത്തു. എന്നിട്ട് റൺ ചെയ്ത് കഴിഞ്ഞാൽ മൈ നെയിം ഇസ് ശ്രേയസ്, 5 ലൈൻ കഴിഞ്ഞിട്ട് ഐ ആം എൻ AI എഞ്ചിനീയർ. അപ്പോ ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കാൻ അറിയോ? ഇത് നമ്മൾ AI കോഡിങ്ങിന് ഉപയോഗിക്കുമ്പോ നമ്മൾ ഈ AI പ്രോംപ്റ്റിങ് ചെയ്യണല്ലോ. അപ്പോ പ്രോംപ്റ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട സംഭവമാണ് ഇതൊക്കെ. എന്നുവെച്ചാൽ പ്രോപ്പർ ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് ബിൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് ഈ സംഭവങ്ങളൊക്കെ. കറക്റ്റ് നമ്മൾ ബിൽഡ് ചെയ്യണം പ്രോപ്പർ ആയിട്ട്. അതിലെല്ലാം ഈ AI പോകുന്ന ഇതില്ലേ, അത് പ്രോപ്പർ ആയിരിക്കണം. അതിനു വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ നമ്മള് ഇതിന്റെ ആവശ്യമില്ല. സ്പേസുകൾ, ഇതൊക്കെ ബേസിക് കാര്യങ്ങളാണ്, നമുക്ക് ഓൾറെഡി അറിയണ കാര്യങ്ങളായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഓപ്പറേറ്ററുകൾ ഇതാണ്ടോ, പ്ലസ് മൈനസ് ഇൻറ്റു സ്ക്വയർ ഡിവിഷൻ ഫ്ലോർ, ഇതാണ് നേരത്തെ നമ്മൾ ചെയ്തത്. ഫ്ലോർ ഡിവിഷൻ, റിമൈൻഡർ. പിന്നെ നമ്മള് ഇത് കുറച്ച് ഇതൊക്കെ ഉണ്ട്, ഇത് ചെയ്യണതാണ്, ഇത് ഓർ ചെയ്യണതാണ്, സ്ക്വയർ ചെയ്യണതാണ് ഇത്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓപ്പറേറ്റേഴ്സ് കുറച്ച് ടൈപ്പിലുണ്ട്. കമ്പയർ ചെയ്യാനുള്ള ഓപ്പറേറ്റർ ഉണ്ട്. അത് ഇഫ് എൽസിൽ നമുക്ക് ശരിക്കും പഠിക്കാം. ഈ അടിയിൽ കാണുന്നതൊക്കെ അല്ലേ, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇതൊക്കെ നമ്മൾ കമ്പാരിസൺ ഉപയോഗിക്കുന്നതാ. ഇതൊക്കെ നമുക്ക് ആവശ്യം വരും. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതി. പഞ്ച്വേറ്റേഴ്സ്, ഡീലിമിറ്റേഴ്സ്, ഇതൊക്കെ പഞ്ച്വേഷൻ, ഡീലിമിറ്റർ, നോട്ട് അലൗഡ്. ഇതൊക്കെ ഇതൊന്നും ആവശ്യമില്ല, ഇതാക്കരുത് എന്ന് പറയുന്ന സംഭവങ്ങളാണ്. ഒന്നും കൂടി മറ്റേ സംഭവങ്ങള്, പ്ലസ് മൈനസ് ഇൻറ്റു, ഇത് ഇങ്ങനെ ചെയ്ത കോഷ്യന്റ് കിട്ടും, ഇങ്ങനെ ചെയ്ത റിമൈൻഡർ കിട്ടും. പിന്നെ ഫ്ലോട്ട് ആണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ ഫ്ലോട്ട് കിട്ടും. നേരത്തെ നമ്മൾ കണ്ടല്ലേ, 2 എണ്ണം വെച്ച് ചെയ്യുമ്പോൾ കോഷ്യന്റ് കിട്ടണത്, എന്ന് വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഹോൾ നമ്പറാണ് കിട്ടണത്. നമ്മൾ 4.7 ആയാലും 4 കിട്ടുള്ളൂ ആൻസർ ആയിട്ട്. അതാണ് ഇത്. നേരെ മറിച്ചിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ സാധാ സ്ലാഷ് ഇട്ടാൽ മതി. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതിനു മുമ്പ് ഇഫെൽസും കൂടി ഒന്ന് എടുക്കാം. ഇഫെൽസിന്റെ പരിപാടികളൊന്ന് പറഞ്ഞുതരാം. അപ്പൊ ഇഫെൽസ് അറിയുന്നുണ്ടാവും. ഇഫ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. അതന്നെ കേസ് സീക്വൽ നമ്മൾ കേസ് വെൻ എന്നൊക്കെ പറഞ്ഞ് കൊടുക്കില്ലേ നമ്മള്, അതന്നെ സംഭവം.
അപ്പൊ നമ്മള് ഒരു എക്സിലേക്ക് നമ്മള് ഇൻപുട്ട് ചെയ്തിട്ട് ഇൻപുട്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റർ എനി നമ്പർ ജസ്റ്റ് കൊടുക്കുക. ഇപ്പോ എക്സിലേക്ക് ഒരു വാല്യൂ കയറും. ഓക്കെ, ഇനി നമ്മൾ എക്സിനെ നമ്മളൊന്ന് ഇൻറ്റീജർ ആക്കാം. എക്സ് ഈക്വൽ ടു ഇൻറ്റീജർ ഓഫ് എക്സ്. അപ്പൊ ഇങ്ങനെ ആവുമ്പോ എന്താവും, എക്സില് നമ്മൾ ഇൻറ്റീജർ ആക്കി. അതാണ് ഇവിടെ ഉണ്ടാവുന്നത്. കണ്ടോ? അത് കഴിഞ്ഞിട്ട് ഇനി നമ്മള് ഇഫ് എക്സ് മോഡ് 2 ഈക്വൽ ടു 0 പ്രിന്റ് യുവർ നമ്പർ ഈസ് ഈവൻ എൽസ് പ്രിന്റ് യുവർ നമ്പർ ഈസ് ഓഡ്. അപ്പൊ ഇതെന്താ, ഈ ചെറിയ കോഡ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ റൺ ചെയ്യുമ്പോൾ ചോദിക്കും എൻ്റർ എനി നമ്പർ എന്ന് ചോദിക്കും ഇവിടെ. അപ്പൊ നമ്മൾ ചോദിക്കുമ്പോൾ ഞാൻ പറയും 7 എന്ന് പറയും. അപ്പൊ 7 ചെയ്യുമ്പോൾ ഓടാന്ന് പറയും. കണ്ടോ? നേരെ മറിച്ചിട്ട് ഒന്നുകൂടി റൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ 6 കൊടുത്താൽ ഈ നമ്പർ ചെയ്യുമെന്ന് പറയും. അതെങ്ങനെ കണ്ടുപിടിക്കണത്? ഇഫ് എൽസ് വെച്ചിട്ടാണ്. ഇഫ് എൽസ്. അപ്പൊ നമ്മൾ ആദ്യം നമ്പർ, ഇതിന്റെ റോൾ എങ്ങനെയാ വെച്ചാൽ ആദ്യം ഇൻപുട്ട് എൻ്റർ എനി നമ്പർ ചോദിക്കും. അപ്പൊ ഇതിൽ നമ്മൾ 7 ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ നേരെ എക്സിലേക്ക് 7 പോവും. അത് സ്ട്രിങ് ആയിട്ടാ പോവാ. ഇപ്പൊ ഇത് ഇവിടെ നോക്കട്ടെ. ഇവിടെ ഞാൻ പ്രിന്റ് ടൈപ്പ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ അടിച്ചു കൊടുത്ത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ കറക്റ്റ് ടൈപ്പ് ഏതാന്ന് അത് അവിടെ കിട്ടും. ഞാനത് പ്രിന്റ് ചെയ്തിട്ട് ഞാൻ 6 കൊടുത്തു കഴിഞ്ഞാൽ കണ്ടാ സ്ട്രിങ് എഴുതിയാണ്. ക്ലാസ് str. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ഇപ്പോ ഈ ഒരു ഭാഗത്ത് എക്സിന്റെ വാല്യൂ സ്ട്രിങ് ആണ്. സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഇങ്ങനെ 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 ആയിരിക്കും 6 ഉണ്ടാവുക. നമ്പർ ആയിട്ടാവില്ല, ഇങ്ങനെ ആയിരിക്കും, ഡബിൾ കോട്ടിലായിരിക്കും. അപ്പോ അതിനെ ഞാൻ പിടിച്ച് ഇൻറ്റീജർ ആക്കി അടിയില്. കണ്ടോ? അപ്പൊ ബേസിക്കലി ഇവിടെ എന്താ ഉണ്ടാവണേ? ഇവിടെ എക്സ് ഇസ് എ സ്ട്രിങ്. ഇവിടെ എക്സ് സ്ട്രിങ് ആയിട്ട് വരും. എന്നിട്ട് വി കൺവേർട്ട് എക്സ് ടു ആൻ ഇൻറ്റീജർ. ഓക്കെ, എന്നിട്ട് നമ്മള് ഇൻറ്റീജറിനെ മോഡ് 2, മോഡ്ലെസ് 2 എന്ന് പറയുമ്പോൾ നമ്മൾ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്യാം. 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ. അപ്പോ 6നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്താൽ 0 ആണ് റിമൈൻഡർ. അപ്പോ 0 ആണെങ്കിൽ അത് ഈവൻ ആവുമല്ലോ, 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ അത് ഈവൻ ആണ് ഇവിടെ, അല്ലെങ്കിൽ ഓടാണ്. അതാണ് ഇതിന്റെ ലോജിക് ബേസിക്. സിമ്പിൾ ആണ്. അപ്പോ ആ പരിപാടിയാണ് ഇവിടെ ഇഫ് എൽസ് ചെയ്യണത്. ഇഫ് എൽസിന്റെ കാര്യം മനസ്സിലായല്ലോ? ഇഫ് എൽസ്. ഇനി വേറെ സാധനമുണ്ട്, എൽഇഫ്, എൽസിഫ് എന്ന് പറയും. ഓക്കെ, ഇനിയിപ്പോ ഞാൻ 3 വെച്ചിട്ട് ചെയ്യാന്നിരിക്കാം. ഓക്കെ, 3 ഈക്വൽ ടു 0 ആണെങ്കിൽ യുവർ നമ്പർ ഇസ് മൾട്ടിപ്പിൾ ഓഫ് 3. ഓക്കെ, ഇനി ഞാൻ പറയാണ് എൽഇഫ് എക്സ് മോഡ് 3 ഈക്വൽ 1. രണ്ട് കണ്ടീഷൻ വെക്കാണ്. നമുക്ക് കണ്ടീഷൻസ് ഇങ്ങനെ കൂട്ടി കൊടുക്കാനാണ് എൽഇഫ്. എൽഇഫ് എന്ന് പറഞ്ഞാൽ അടുത്ത കണ്ടീഷൻ കൊടുക്കാനാണ്. അല്ലെങ്കിൽ എൽസ് അല്ലേ? അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ എൽസ്. അതന്നെ കറക്റ്റ്. അപ്പോ നമ്പർ ഹാസ് എ റിമൈൻഡർ ഓഫ് 1, പിന്നെ അല്ലെങ്കിൽ ഒന്നും അല്ലെങ്കിൽ ഹാസ് എ റിമൈൻഡർ ഓഫ് 2. അപ്പൊ ഇത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് റിമൈൻഡർ ഓഫ് 3 കൊടുക്കാത്തത്? റിമൈൻഡർ ഓഫ് 3 എന്ന് പറഞ്ഞാൽ ബേസിക്കലി അത് 3 ആയിട്ട് മൾട്ടിപ്പിൾ ആവുമല്ലോ. അപ്പൊ 0 ആവും ബേസിക്കലി. അതുകൊണ്ടാണ് ഇങ്ങനെ. അപ്പൊ ഇനി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റർ എനി നമ്പർ 1 കൊടുത്തു. 1 കൊടുക്കുമ്പോൾ 1 ഡിവൈഡ് ബൈ 3 എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ റിമൈൻഡർ 1 ആ വരിക. അപ്പൊ നമ്പർ ഇനി ഒന്നുകൂടി റൺ ചെയ്തിട്ട് ഇവിടെ ഞാൻ 2 കൊടുക്കുന്നു. അപ്പൊ നമ്പർ റിമൈൻഡർ ഓഫ് 2 കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഒന്നും കൂടി റൺ ചെയ്യാം. റൺ ചെയ്തിട്ട് 3 കൊടുക്കണേ. ഈ നമ്പർ മൾട്ടിപ്പിൾ ഓഫ് 3. 3 × 1 3 ആയതുകൊണ്ട് അത് കിട്ടും. ഓക്കെ, ഇനി ഒന്നും കൂടി റൺ ചെയ്യാം.
4 റൺ ചെയ്യാം. 4 റൺ ചെയ്യുമ്പോൾ ഒരു നമ്പർ റിമൈൻഡർ ഓഫ് 1. ഇനി 5 റൺ ചെയ്യാം. 5 റൺ ചെയ്യുമ്പോൾ യുവർ നമ്പർ ആസ് റിമൈൻഡർ ഓഫ് 2. അടുത്തത് 6 റൺ ചെയ്യുമ്പോൾ ഐഡിയലി മൾട്ടിപ്പിൾ ഓഫ് 3 വരേണ്ടതാണ്. യുവർ നമ്പർ അപ്പോൾ ബേസിക്കലി നമ്മൾ എല്ലാ കണ്ടീഷനും ഇപ്പൊ സാറ്റിസ്ഫൈ ചെയ്തു ഇഫ് എൽസ് വെച്ചിട്ട് നമ്മൾ 3 ആയിട്ട് ഡിവിസിബിൾ ആണെങ്കിൽ അങ്ങനെ കൊടുക്കും, 1 ആണെങ്കിൽ റിമൈൻഡർ 1 കൊടുക്കും, അല്ലെങ്കിൽ 2 കൊടുക്കും. അപ്പൊ ഇഫ് എൽസ് ഇതാണ് ഇഫ് എൽസ് സംഭവം. ഒരു കണ്ടീഷൻ ഈ പിന്നെ ഈ ഈക്വൽ ടു എന്നുള്ള സംഭവം കണ്ടോ? നമ്മൾ ഇവിടെ ഇഫ് ഇതിന്റെ ഈക്വൽ ടു 0 എന്ന് കൊടുക്കരുത്. കാരണം ഈക്വൽ ടു നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നതാ? ഇവിടെ നമ്മൾ ഒരു വേരിയബിളിലേക്ക് വാല്യൂ ഇടാൻ ഉപയോഗിക്കുന്നതാണ് ഈക്വൽ ടു. അപ്പൊ ഇവിടെ ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. എക്സ് മോഡ് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എക്സ് മോഡ് 3 എന്ന് പറയാം. മോഡ് വിളിക്കില്ല അതിനെ. അപ്പൊ എക്സ് മോഡ് 3 0 ആണെങ്കിൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ് അത് എഴുതുക. ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇഫിന്റെ ഉള്ളിൽ എപ്പോഴും ഈക്വൽ ടു ആണ് കൊടുക്കേണ്ടത്. ഇനി വേറെ സിമ്പിൾ ആയിട്ട് വേറെ സംഭവം കൊടുക്കണമെങ്കിൽ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇത് പ്രിന്റ് ചെയ്തിട്ട് ഞാനിപ്പോ ഒരു 7 കൊടുത്തു. യുവർ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 കണ്ടാ? ഇതെന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു? ഇതിന് പകരം ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കാം. ഈക്വൽ ടു കൊടുത്താൽ ഇനി കൊടുക്കാം. ഒന്നും കൂടി തന്നെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 നമ്മൾ ഒരു 4 കൊടുത്തു കഴിഞ്ഞാൽ യെസ് യുവർ നമ്പർ ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. അപ്പൊ ബേസിക്കലി ഇതൊക്കെയാണ് ഒരു ഓപ്പറേറ്റേഴ്സ്. എന്തൊക്കെ? ഈക്വൽ ടു ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഉണ്ട്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്, വെറും ലെസ് ദാൻ ഉണ്ട്, ഗ്രേറ്റർ ദാൻ ഉണ്ട്, നോട്ട് ഈക്വൽ ടു ഉണ്ട്. പറഞ്ഞ പോലെ നോട്ട് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഓക്കെ, ഇതൊക്കെയാണ് നമ്മുടെ കമ്പാരിസൺ ഓപ്പറേറ്റേഴ്സ്. ഇതിന്റെ പേരാണ് കമ്പാരിസൺ ഓപ്പറേറ്റർ. ഇതിന്റെ സംഭവം. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇഫ് എൽസിൽ ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ്. ഇഫ് എൽസ് എങ്ങനെയാണ് പരിപാടികളൊക്കെ. ഓക്കെ, നമുക്കൊന്നുകൂടി ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ലൂപ്പ് ലൂപ്പിൽ ഒന്ന് തൊട്ട് പോവാം. ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സംഭവം നമ്മൾ 4 പ്രാവശ്യം എഴുതുമ്പോഴാണ് ലൂപ്പ് ആവുന്നത്. ഓക്കെ, അപ്പൊ ഇതിപ്പോ ഞാൻ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എൻട്രി നമ്പർ കിട്ടി, ഇന്റീജർ ആക്കി. ഓക്കെ, ഇതിങ്ങനെ തന്നെ നോട്ടെ. എന്നിട്ട് എനിക്കിപ്പോ ഇതിലേക്ക് ഒരു 4 പ്രാവശ്യം 2 ആഡ് ചെയ്യണം. ഓക്കെ, 4 പ്രാവശ്യം എനിക്ക് 2 ആഡ് ചെയ്യണം. എന്നുവെച്ചാ എക്സ് പ്ലസ് 2 എനിക്ക് എന്താ വേണ്ടത്? ഇങ്ങനെ എക്സ് പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ഇതാണ് എനിക്ക് റിസൾട്ട് ആയിട്ട് വേണ്ടത്. എന്നിട്ട് ഇതിനെ പ്രിന്റ് ചെയ്യണം. ഇതിന് നേരെ പ്രിന്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്താ? എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ഇങ്ങനെ കൊടുക്കും. അപ്പൊ എക്സിലേക്ക് 2 കൂടും. ഓക്കെ, വീണ്ടും എഴുതും എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 വീണ്ടും എഴുതും, കൂടി. ഓക്കെ, ഇങ്ങനെ വീണ്ടും എഴുതും എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2. അവസാനം ഒന്നും കൂടി എഴുതി കഴിഞ്ഞാൽ 4 പ്രാവശ്യം 2 കൂടി. ആദ്യം കൂടി, 2 കൂടി, 3 കൂടി, 4 കൂടി. ഇപ്പൊ എക്സിലേക്ക് 2 ഇത് കൂടിയിട്ട് പ്രിന്റ് ചെയ്യാൻ എക്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4 പ്രാവശ്യം കൂടി 2 കിട്ടും ഇല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു 5 എന്നിട്ട് കഴിഞ്ഞാൽ 4 പ്രാവശ്യം കൂടിയിട്ട് 13 നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടും. ഓക്കെ, പക്ഷെ ഇത് ഭയങ്കര സമയം എടുക്കില്ലേ നമുക്ക് ചെയ്യാൻ? 4 പ്രാവശ്യം ഒരേ സാധനം തന്നെ ചെയ്യണം. അപ്പൊ നമുക്ക് വേറൊരു വഴി എന്ന് വെച്ചാൽ എങ്ങനെയാ? നമുക്ക് നേരെ ഇതിന് പകരം ഈ കോഡ് മൊത്തം ഞാൻ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിട്ട് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 പ്ലസ് 2 ഇങ്ങനെ എഴുതാം. സിമ്പിൾ ആയിട്ട്. ഇങ്ങനെ ചെയ്താലും ഞാൻ 5 കൊടുത്തു കഴിഞ്ഞാൽ 13 കിട്ടും. ഇതിന്റെ ആവശ്യമില്ല. ഞാൻ എന്ത് ചെയ്യാം?
എക്സ് ഈക്വൽ ടു ഈ 4 പ്രാവശ്യം 2 ആഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാവശ്യം 8 ആഡ് ചെയ്യണ പോലെ തന്നെയല്ലേ? അതെ. അങ്ങനെ ചെയ്യാം. ഓക്കെ. അപ്പൊ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 5 കൊടുത്തു കഴിഞ്ഞാൽ 13 കിട്ടും. ഡയറക്റ്റ് കാൽക്കുലേഷൻ. ഇനി ഇതുമല്ല, ഇനിയിപ്പോ ഇത് നമുക്ക് കുറച്ച് ഓട്ടോമേറ്റ് ചെയ്യണം. ഇതിപ്പോ 4 പ്രാവശ്യം 100 പ്രാവശ്യം അല്ലെങ്കിൽ 1000 പ്രാവശ്യം ചെയ്യണം. അപ്പൊ എത്ര പ്രാവശ്യം നമ്മളിങ്ങനെ എഴുതി പോകും, അല്ലെങ്കിൽ എത്ര പ്രാവശ്യം ഇതൊക്കെ ആഡ് ചെയ്ത് പോകും. അതിന് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലൂപ്പ് ഉപയോഗിക്കുന്നത്. ലൂപ്പ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ലൂപ്പ് ഇങ്ങനെ എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ ലൂപ്പിന് ഒരു സാധനം ഉണ്ട്, ലൂപ്പ് കൗണ്ടർ എന്ന് പറയും. ലൂപ്പ് എത്ര പ്രാവശ്യം ചെയ്യണം എന്ന് പറയുന്ന ഒരു സാധനം. അത് നമുക്ക് എന്ത് വേരിയബിൾ വേണമെങ്കിലും ഇടാം. നമുക്കൊരു ഐ എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ വിളിക്കാം. ഓക്കെ. അപ്പൊ ഇതിന് പകരം നമ്മൾ ഫോർ ഐ ഇൻ റേഞ്ച് 4. ഓക്കെ, ഇങ്ങനെ കൊടുത്തു. അപ്പൊ ഇതെന്താ ഉണ്ടാവുക, ഐ റേഞ്ച് 4 പ്രാവശ്യം. ഐ 4 പ്രാവശ്യം ലൂപ്പ് ചെയ്യും. എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് ലൂപ്പ്. നമ്മൾ 5 കൊടുത്തു കഴിഞ്ഞാൽ 13 കിട്ടി. കണ്ടാ, സെയിം ആൻസർ ആണ് കിട്ടി. ഇനി നമ്മളിത് സിമ്പിൾ ആണ്. ലൂപ്പിൽ നമുക്ക് എത്ര പ്രാവശ്യം മാറ്റാം. ഇനി 1200 കൊടുക്കാം. 1200 പ്രാവശ്യം കൂടും. കണ്ടാ, 1200 പ്രാവശ്യം 2 കൂടി പോയി. അപ്പൊ അത്ര എളുപ്പമാണ്. അപ്പൊ ലൂപ്പിന്റെ ഉപയോഗം വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഒരു സാധനം തന്നെ പല വട്ടം ചെയ്യണം, അങ്ങനെ ലൂപ്പ് ചെയ്ത് പോകണം. അപ്പോഴാണ് ലൂപ്പിന്റെ ഉപയോഗം വരിക. ഇത് നമ്മള് ഫോർ ലൂപ്പ്, ഇതിന്റെ പേര് ഫോർ ലൂപ്പ് എന്നാണ്. ഫോർ ലൂപ്പ്, ഇതിന്റെ പേരാണ് ഫോർ ലൂപ്പ് എന്ന് പറയണത്. ഇതില് ഒരു സാധനം ഉണ്ട്, വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ജസ്റ്റ് റിഫ്രഷ് ചെയ്യാം. വൈൽ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈൽ ഐ, നമ്മൾ ആദ്യം ഐ ഇനീഷ്യലൈസ് ചെയ്യണം. ഐ എത്രയാ? ഐ നമ്മൾ 0 തുടങ്ങാം, അല്ല 1 തുടങ്ങാം. അപ്പൊ ഫസ്റ്റ് ലൂപ്പ് ഐ 1 ആണ്. ലെസ് ദാൻ ഈക്വൽ ടു എത്ര വരും, ഒരു 1200 വരെ പോവാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്നിട്ട് നമ്മൾ എക്സ് പ്ലസ് 2 ഐ പ്ലസ് 1 ഇത് കൊടുക്കാം. ഇതെന്താണ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, വൈൽ ലൂപ്പ് കുറച്ചും കൂടി മാനുവൽ ആണ്. ഈ ഫോർ ലൂപ്പ് എന്ത് ചെയ്യാന്നറിയോ? ഫോർ ലൂപ്പ് ആദ്യം ഫോക്കസ് ചെയ്യാം. ഫോർ ലൂപ്പ് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഐ ആദ്യം 0 തുടങ്ങും. ഫോർ ലൂപ്പിൽ എവിടെയാ ഐ സ്റ്റാർട്ട് ചെയ്യുക? ഐ ഈക്വൽ ടു 0 തുടങ്ങും. ഓട്ടോമാറ്റിക്കലി അങ്ങനെയാണ്, ഫിക്സ്ഡ് ആണിത്. ഫോർ ഐ ഇൻ റേഞ്ച് എന്ന് പറയുമ്പോൾ ഐ ആദ്യം 0 തുടങ്ങിയിട്ട് 1199 വരെ പോകും. 0 1199 പറഞ്ഞാൽ 1200 ആണല്ലോ. അപ്പൊ ബേസിക്കലി 1200 പ്രാവശ്യം ലൂപ്പ് ഓടും. ഇതിനാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ഓക്കെ, അത് ഈ റേഞ്ച് ഫംഗ്ഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. അപ്പൊ നമുക്ക് ഇത് നമുക്ക് ഉപയോഗിക്കാം. ഇത് നമുക്ക് ആവശ്യമില്ല. ഫോർ ലൂപ്പ് കിടക്കട്ടെ. വൈൽ ലൂപ്പ് കുറച്ചൊരു മാനുവലാണ്. വൈൽ ലൂപ്പിൽ നമ്മൾ ആദ്യം ഐ എത്രയാന്നൊക്കെ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഐ ഇപ്പൊ 1 തുടങ്ങണമെങ്കിൽ 1 തുടങ്ങട്ടെ. എന്നിട്ട് 1 തുടങ്ങിയിട്ട് 1200 ലെസ് ദാൻ ഈക്വൽ ടു 200. 1200 വൈൽ ഐ ലെസ് ദാൻ ഈക്വൽ ടു 1200 എക്സ് ഈക്വൽ എക്സ് പ്ലസ് 2 ചെയ്യണം. ഒപ്പം ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 കൂടി ചെയ്യണം. എന്നുവെച്ചാൽ ഇത് ഐ 1 ലെസ് ദാൻ 1200 അല്ലേ? അപ്പൊ ഉള്ളിൽ കയറിയിട്ട് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 2 ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ എത്ര നമ്പർ കൊടുക്കണം അതിലേക്ക് 2 കൂട്ടും, പിന്നെ ഐയും കൂട്ടും. 1 2 ആവും. ഓക്കെ, എന്നിട്ട് വീണ്ടും പുറത്തേക്ക് വരും. എന്നിട്ട് നോക്കും വീണ്ടും 2 ലെസ് ദാൻ 1200 ആണോ? 2 ലെസ് ദാൻ 1200 അല്ലേ? അപ്പൊ വീണ്ടും കളിക്കും. എന്നിട്ട് ഇങ്ങനെ ലൂപ്പ് ചെയ്തോണ്ടിരിക്കും. ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് കളിക്കും. ഇങ്ങനെ കളിച്ച് കൂട്ടി ഐ അവസാനം കൂടി 1200 ആവും. അപ്പൊ വീണ്ടും കയറും. എന്നിട്ട് പിന്നെ അടുത്ത 1201 ആവും. അപ്പൊ അത് കയറില്ല. അപ്പൊ അങ്ങനെയാണ് ഈ ലൂപ്പ് എക്സിറ്റ് ചെയ്യണത്. നേരെ മറിച്ച് ഫോർ ലൂപ്പ് ആവുമ്പോൾ എളുപ്പമാണ് എഴുതാൻ. കണ്ടില്ലേ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി അത് ചെയ്തോണ്ടിരിക്കും. ഐനെ തന്നെ കൂട്ടി 1200 പ്രാവശ്യം ഓടുമ്പോ അത് നിർത്തും. അപ്പൊ ഇതാണ് 2 ലൂപ്പുകൾ.
ഫോർ ലൂപ്പ് എന്താ ചെയ്യാ, ഈ നമ്പർ കൊടുക്കണ എത്ര പ്രാവശ്യം അത്ര പ്രാവശ്യം ഓടും. സിമ്പിൾ. റേഞ്ചിനനുസരിച്ച് ഓടല്ലേ? റേഞ്ച് എത്ര പ്രാവശ്യം ചെയ്ത് അത്ര പ്രാവശ്യം ഓടും. ഓക്കെ. പക്ഷെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഐ 0 ആണ് തുടങ്ങുന്നത്. ഡിഫോൾട്ട് അങ്ങനെയാ. എപ്പോഴും ഫോർ ലൂപ്പ് ആണെങ്കിൽ ഐ എപ്പോഴും 0 എന്നാണ് ഓട്ടോമാറ്റിക്കലി തുടങ്ങുക. ഓക്കെ ഓക്കെ. വൈൽ ലൂപ്പ് പക്ഷെ നമ്മൾ പറയണോടത്തൊന്നും തുടങ്ങാം. ഉണ്ടോ? അതാണ് ഇതിന്റെ രണ്ടെണ്ണത്തിന്റെ സംഭവം, ലൂപ്പുകൾ. ഓക്കെ. ഇനി ഇത് കുറച്ച് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം, നമുക്കൊരു ഇതുള്ളത് ഫോർ ലൂപ്പിൽ നമ്മള് 1000 ഒരു 12 കൊടുക്കാം. 12 കൊടുത്തിട്ട് നമുക്ക് പ്രിന്റ് ആയി ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. ഇനി ഇതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല തോന്നുന്നു. ഈ ഹാഷ്ടാഗ് ഇട്ട് എഴുതുന്നുണ്ടോ? ഇത് എഴുതി കഴിഞ്ഞാൽ കമന്റിങ് ആണ്. ഇത് കോഡ് റൺ ചെയ്യില്ല. അപ്പൊ ഇതില് കണ്ടോ, ഈ കളറിലുള്ളത് മാത്രമേ റൺ ചെയ്യുള്ളൂ. ഇതും ആവശ്യമില്ല. ഇത് കണ്ട, ഇതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഐ 0 തുടങ്ങും, 12 പ്രാവശ്യം ഓടും അല്ലേ? അതിങ്ങനെ ചെയ്ത് കഴിഞ്ഞാ ഇതാണ്ട ലൂപ്പ് റണ്ണായിട്ട് ഫസ്റ്റ് 0 കാരണം ഐ 0 ആണ്. എന്നിട്ട് 11 വരെ കണ്ടോ, 0 1 2 3 4 5 6 7 11 വരെ ഐ ഓടിയുള്ളൂ, 12 ആയിട്ടില്ല. അതാണ് ഈ റേഞ്ചിന്റെ പരിപാടി. ഇനി ഇപ്പൊ നീ ചോദിക്കുകയാണ് ഇത് നമുക്ക് 1 തുടങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടങ്ങാൻ പറ്റും. അത് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1,12 ഇടുക. ഞാൻ അവിടെ 1,12 ഇട്ടില്ലേ ഇതിന്റെ ഉള്ളില്. അപ്പൊ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഈ 1,12 ഇട്ട് കഴിഞ്ഞാൽ ഇനി 1 എന്ന് തുടങ്ങുള്ളൂ ആയി. ഇനി റൺ ചെയ്ത് കഴിഞ്ഞാൽ I1 തുടങ്ങിയത് കണ്ടാ. പക്ഷെ 12 എത്തിയിട്ടില്ല. അപ്പൊ 1,12 എടുത്തുള്ള പ്രശ്നം എന്താ, 12 പ്രാവശ്യം ഓടില്ല, 11 പ്രാവശ്യം ഓടുള്ളൂ. 1 11 വരെ ഓടുള്ളൂ. അപ്പൊ ഇനി 12 പ്രാവശ്യം ഓടണമെങ്കിൽ ഇവിടെ 13 ആക്കണം. 13 ആക്കി കഴിഞ്ഞാൽ 1 12 വരെ ഓടി കണ്ട ഇവിടെ. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പിന്റെ പരിപാടികൾ. ഫോർ ലൂപ്പിൽ ഈ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. ഈ ഫോർ ലൂപ്പ് എന്ന് പറയുന്നത് നമ്മളതിന്റെ ഒപ്പം എപ്പോഴും റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കും. റേഞ്ച്, ഈ റേഞ്ചിന്റെ പരിപാടികളാണ് ഇതൊക്കെ. ഇനി വേറൊരു സംഭവം ഉണ്ട്. നിനക്ക് റിവേഴ്സിൽ ഓടണം. അപ്പൊ ഐ നിനക്ക് 13, എന്നിട്ട് നിനക്ക് 0, ഓക്കെ, എന്നിട്ട് -1 ഇങ്ങനെ കൊടുത്ത എന്താണെന്ന് വെച്ചാ 13 ആയി തുടങ്ങും. എന്നിട്ട് കുറഞ്ഞു വരും. -1 അല്ലേ നമ്മൾ കൊടുത്തിരിക്കണത്. അപ്പൊ -1 ആയി -1 ആയി വരും. ഇതിങ്ങനെ റൺ ചെയ്താ എന്താണെന്ന് വെച്ചാ 13 12 11 റിവേഴ്സ് വരും കണ്ട. 13 12 11 10 ഇങ്ങനെ കുറഞ്ഞു വന്ന് 1 വരെ വരും. 0 ആവില്ല അപ്പോഴും. 0 ആണ് നമ്മൾ കൊടുത്തത്, 0യുടെ തൊട്ട് മുമ്പുള്ള വരും. അപ്പോ ഫോർ ലൂപ്പിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ ഓരോ കോഡ് വരുമ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കും. അപ്പൊ നമുക്ക് എന്തായാലും അതിന്റെ കുറച്ച് കോഡുകൾ ചെയ്യാം. അടുത്ത ക്ലാസ്സിലൊക്കെ നമുക്ക് കുറച്ച് ലൂപ്പ് വെച്ചുള്ള പരിപാടികൾ ചെയ്യാം. പക്ഷെ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതാണ് ഫോർ ലൂപ്പിന്റെ കളികൾ. ഫോർ ലൂപ്പ് നമുക്ക് ഐ എവിടുന്ന് തുടങ്ങുന്ന, ഫോർ ലൂപ്പിൽ നമുക്ക് 3 കാര്യം മാറ്റാം. ഈ റേഞ്ച് എന്ന് പറഞ്ഞ ഫംഗ്ഷനിൽ 3 സാധനങ്ങളുണ്ട്. ഓക്കെ. ഫസ്റ്റ് ചെയ്യണത് സ്റ്റാർട്ട് വാല്യൂ. ഓക്കെ. രണ്ടാമതുള്ളത് എൻഡ് വാല്യൂ, എന്നുവെച്ചാ ബേസിക്കലി എത്ര അവസാനം ഇതിലേക്ക് എത്തണം എന്നുള്ളത്. അതിന്റെ എൻഡ് വാല്യൂ എൻഡിലേക്ക് എത്തില്ല, പക്ഷെ തൊട്ട് മുമ്പ് എത്തുള്ളൂ. അപ്പൊ -1 എന്ന് കൊടുക്കാം. അല്ല, അതിന്റെ എൻഡ് വാല്യൂവിന്റെ കുറവ്, ഒരു നമ്പർ കുറവ് ഇങ്ങനെ കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ എന്താ, എത്ര കൂടണം, എത്ര കൂടണം എന്നുവെച്ചാ 1 ആണോ -1 ആണോ അങ്ങനെ കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മുടെ ബേസിക്കലി റേഞ്ച് ഫംഗ്ഷൻ. അതാണ് ഇങ്ങനെ കിടക്കുന്നത്.
ഇനി Okay. ഇത് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു ട്വിസ്റ്റിന് നമുക്ക് ഇത് 1 എന്ന് തുടങ്ങിയിട്ട് റേഞ്ച് 1 എന്ന് തുടങ്ങിയിട്ട് നമുക്കൊരു 8 എത്തണം. പക്ഷെ ഞാൻ 2 വെച്ച് കൂട്ടും. Okay. കണ്ടാ? അപ്പൊ ഇത് എങ്ങനെ ഉണ്ടാവുമെന്ന് ഗസി. ഒന്നിന് സ്റ്റാർട്ട് ചെയ്യൂലേ? എന്നിട്ട് 8 വെച്ചുകൊണ്ട് 1 സ്റ്റാർട്ട് ചെയ്യും, 8ന് മുമ്പ് വരെ. മുമ്പ് വരെ. ഓക്കെ. അപ്പൊ എത്ര വെച്ച് ആഡ് ചെയ്യും? 2 വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്. 2 വെച്ചാടോ. അപ്പൊ എങ്ങനെ ഉണ്ടാവും? 7 വരെ ഉണ്ടോ അല്ലേ? 7 വരെ 1 ആദ്യത്തെ വാല്യൂ 1 ഉണ്ടാവും, പ്രിന്റായി. പിന്നെ 3 ആവും വരിക, കാരണം 2 ആഡായി. 2 ആഡായി. ഓക്കെ. പിന്നെ 5. 1, 3, 5, 7 കഴിഞ്ഞു. അത് റൺ ചെയ്ത് കഴിഞ്ഞാൽ 1, 3, 5, 7 കണ്ടാ. ഇതേപോലെ തന്നെ ഞാൻ റിവേഴ്സ് പിടിച്ചു കഴിഞ്ഞാൽ 8 പിടിക്കും, 0 പിടിക്കും, -2 എടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ഉണ്ടാവും? മൈനസ് ആവൂലേ? അപ്പൊ ഇത് തുടങ്ങുക എഴുതുന്ന 8 തുടങ്ങും. എന്നിട്ട് പിന്നെ അടുത്തത് 6, -2 ഇത് 6 ആവും. പിന്നെ വീണ്ടും -2 ആയി 4 ആവും. പിന്നെ 2 ആവും. പിന്നെ അടുത്ത 0 ആയാ 0 വരുമോ? 0 വരില്ല. 0 വരില്ല. അതാണ്. അപ്പൊ 8642 കണ്ട 4 വട്ടം ഓടുള്ളൂ. അപ്പൊ ഇതാണ് ഫോർ ലൂപ്പ്. ഓക്കെ. ഇപ്പൊ ഒരു ഐഡിയ ഇല്ലേ ഇതെങ്ങനെയാണ് ഇതിന്റെ സംഭവങ്ങളൊക്കെ വരുന്നത്, ലൂപ്പിന്റെ പരിപാടികൾ. ഇത് നമ്മൾ കുറച്ചുകൂടി എന്തെങ്കിലും ഇത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഈ ലൂപ്പ് പരിപാടി, ഇഫ് എൽസ് പരിപാടി, ഇത് രണ്ടും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇത് ഞാൻ എന്തായാലും എന്താ പറയാ, നമ്മള് ഒരു അടുത്ത ഇതില് കുറച്ച് ഇതായിട്ട് നമ്മള് നോക്കും. എന്താ പറയാ, ഫസ്റ്റ് നമ്മള് കുറച്ച് കോഡുകൾ, പ്രോപ്പർ കോഡുകൾ നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ട് പഠിക്കും. എങ്ങനെയാണ് ഈ ഇത് നോക്കുക. ഈ പാറ്റേൺ പ്രിന്റിങ് എന്ന് പറഞ്ഞ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒന്ന് കാണിച്ചു തരാം. അപ്പോ ഇപ്പൊ നമുക്കൊരു പിരമിഡ് ഉണ്ടാക്കണം. പിരമിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ഒരു ഡിസൈൻ അല്ലേ, ഇങ്ങനെ 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 4 എണ്ണം ഇങ്ങനെ പ്രിന്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മള് എങ്ങനെയാ വെച്ചാ x ജസ്റ്റ് ഒന്ന് കോഡ് എഴുതാം ഇവിടെ. ജസ്റ്റ് ഒന്ന് നമ്മളെന്തായാലും അടുത്ത ക്ലാസ്സിൽ പ്രോപ്പർ ആയിട്ട് ഇത് നോക്കാം. എന്റർ നമ്പർ ഓഫ് റോസ്. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ റേഞ്ച് നമ്മള് 1 എന്ന് തുടങ്ങണം. പിന്നെ എന്താ ഏതുവരെ പോണം? ഇതുവരെ വേണം, x വരെ പോണം. x+1, 1. ഇത് റൺ ചെയ്ത് കഴിഞ്ഞാ 4 പ്രിന്റ് ചെയ്താ ഇതൊന്ന് ടൈപ്പ് കൺവേർട്ട് ചെയ്യട്ടെ. കണ്ട ഞാൻ ഇപ്പോ 4 പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാ 4 റോ വരും. 5 ആക്കി കഴിഞ്ഞാൽ 5 റോ വരും. 1, 2, 3, 4, 5 വരും. 1200 പ്രിന്റ് ചെയ്താ 1200 അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 1200 റോ ആണ് കിടക്കുന്നത്. ഡിസൈനാണ്. ബേസിക്കലി അതാണ് സംഭവം. അപ്പൊ ഈ ഒരു സംഭവം നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ പിടിക്കാം. ഇതെങ്ങനെ പ്രോപ്പർ ആയിട്ട് ചെയ്യാം. ഇതിന്റെ പലതരം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് ഇതാക്കാം. അടുത്ത ക്ലാസ്സിൽ ശരിക്കും ഒന്ന് പ്രോപ്പർ ആയിട്ടിരിക്കാം. അപ്പൊ ഇതൊരു